Namaskaram. Kerala is the land of God and one of the most romantic, beautiful natural attractions of the world. By hearing the name of Kerala itself, the world can conclude a great cultural tradition. The culture of Kerala is a synthesis of Aryan and Dravidian cultures. Kerala has very rich in cultural heritage developed through the centuries and typical art forms, particularly folk dances. Native performing arts include Kuthu, Kudiyattam, Kathakali, Kerala Nadanam, Thiruvathirakali, Mohiniyattam, etc. These art forms help one to experience a wide range of varied emotions such as passion, love, kindness, joy, sorrow, courage, etc. Thiruvathira is a festival of women. Thiruvathirakali is a popular group dance in Kerala which is performed by the women. തിരുവാതിരക്കളി അതിൻ്റെ ഐതിഹ്യം, തിരുവാതിരക്കളി അല്ലെങ്കിൽ കൈകൊട്ടിക്കളി, ഇതിൻ്റെ ഐതിഹ്യം ഒന്ന് വിവരിക്കാമോ? തിരുവാതിരക്കളി എന്നുള്ളത് നമ്മുടെ നാട്ടിലത് സാധാരണ ഒരു 10-40 വർഷത്തിന് മുൻപൊക്കെ കൈകൊട്ടിക്കളി എന്നുള്ള പേരിലാണത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അടുത്ത കാലത്താണ് ഈ തിരുവാതിരക്കളി എന്നും തിരുവാതിര എന്നുള്ളത് ആ പേരുകൾ വന്നു പെട്ടുന്നത്. പണ്ട് കാലത്ത് ഓണക്കാലത്ത് കൈകൊട്ടിക്കളി ഉത്രാടം മുതൽ 3-4 ദിവസം ഉച്ചയ്ക്ക് ശേഷം അതിൽ കഥകളിപ്പദം 4 പാദം മുതലായ പാട്ടുകൾ പാടി കൊണ്ട് കളിക്കുന്നതാണ്. ആ കളിക്കുന്നവർ തന്നെയാണ് പാടുക. അതിൽ ലാസ്യം എന്നുള്ളതിനേക്കാൾ ചടുലമായിട്ടുള്ള ചലനങ്ങൾ തന്നെയാണ്. അതിന് താളത്തിനും നൃത്തത്തിനും തന്നെയാണ് പ്രാധാന്യം. അവിടെ ഭാവത്തിനോ അത്ര പ്രാധാന്യം അന്ന് കണ്ടിരുന്നില്ല. പിന്നെ ഈ തിരുവാതിരക്കളി എന്നുള്ളത് ഉള്ള പേര് വരാൻ തിരുവാതിരക്കാലത്ത് സ്ത്രീകൾ മംഗല്യത്തിനായിട്ട് മഹാദേവനെയും പാർവതീദേവിയെയും പ്രാർത്ഥിച്ച് ധനുമാസത്തിൽ അശ്വതി നക്ഷത്രം മുതൽ തിരുവാതിര വരെ തിരുവാതിരക്കാലം തണുത്ത മഞ്ഞിൽ പുഴയിൽ തിരുവാതിരക്കുളി അതിനുണ്ടായിരുന്നു. പ്രത്യേകിച്ചും തിരുവാതിര ദിവസം രാത്രി തിരുവാതിര ധനുമാസത്തിൽ രാത്രി തിരുവാതിരയുള്ള ദിവസമാണ്. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ മംഗല്യ സ്ത്രീകൾ ഒന്നിച്ചു ചേർന്ന് രാത്രി പാതിരാപ്പൂ ചൂടൽ, അതിനോടനുബന്ധിച്ച് മഹാദേവനെയും പാർവതിയെയും പ്രകീർത്തിച്ചുകൊണ്ടുള്ളതായ കീർത്തനങ്ങൾ ചൊല്ലി കൈകൊട്ടികളുടെ സമ്പ്രദായത്തിൽ തന്നെ പാടി കളിച്ച് രാത്രി 12 മണി പാതിരാ സമയത്ത് പാതിരാപ്പൂ ചൂടുന്നതോട് കൂടിയിട്ട് അതിനൊരു ഭാഗം ഏതാണ്ട് സമാപിക്കും. അപ്പം അത് മഹാദേവനെയും പാർവതിയെയും സ്തുതിച്ച് പാടുന്നതായതുകൊണ്ട് തന്നെ ഈ നെടുമംഗല്യത്തിന് വളരെ ശ്രേയസ്കരമായിട്ടും, പണ്ടൊരു കാലത്ത് ഒരു കന്യയുടെ വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ ഭർതൃവിയോഗം ഉണ്ടായെന്നും വളരെ ദുഃഖിച്ച ആ കന്യക മഹാദേവനെയും പാർവതീദേവിയെയും പ്രാർത്ഥിച്ച് ഉള്ളു ചുട്ട് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടി എന്നൊരു ഐതിഹ്യം പറയാറുണ്ട്. അതിൻ്റെ കൂടി ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഓരോ തിരുവാതിരയ്ക്കും മഹാദേവനെയും പാർവതീദേവിയെയും പ്രകീർത്തിച്ചുകൊണ്ട് മംഗലയാത്ര മുതലായ കീർത്തനങ്ങൾ ചൊല്ലി പാടി കളിക്കുന്നത്. The dance has become popular for all seasons, especially during the festival Onam. For Onam, the dancers circle around the floral carpet. This dance is also performed in stage as well as in competitions. The women perform this dance mainly to attain marital gladness. It is the women who recognizes these dance and is performed to celebrate the marital duties and the female energy. Women of all ages performs this dance.
ഭാരതത്തിലെ തന്നെ സംസ്കാരത്തിൽ ഒരു പ്രത്യേക സംസ്കാരമാണ് കേരളീയ സംസ്കാരം. ഈ കേരളീയ സംസ്കാരത്തിലെ നാടൻ കലകളിലെ ഏറ്റവും പ്രധാനമായ ഒരു ഐറ്റമാണ് തിരുവാതിരക്കളി. അത് പ്രാദേശികമായി നമ്മുടെ കലകൾ, ഉത്സവങ്ങൾ, ഇതിലെല്ലാം ഏറ്റവും പ്രധാനം. തിരുവാതിര എന്നത് കേരളത്തിലെ സ്ത്രീകളുടെ മാത്രം ഒരാഘോഷമാണ്. അതിൽ പുരുഷന്മാർക്ക് ഒരു റോളും ഇല്ലാത്ത ഒരാഘോഷമാണ് തിരുവാതിര. പുരുഷന്മാരെ പരാജയപ്പെടുത്തിയ ഒരാഘോഷം തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും ഇതായിട്ടുള്ളൊരു ആഘോഷമാണ്. എന്താ വെച്ചാൽ പാർവതീദേവി പരമശിവൻ്റെ അടുത്ത് സ്വന്തം കൂട്ടുകാരിയുടെ ഭർത്താവ് പെട്ടെന്ന് മരിക്കുക. അതാണ് ഞങ്ങൾ സാധാരണ പാതിര സമയത്ത് പാതിരപ്പൂ ചൂടെന്ന് പറയും. ആ സമയത്ത് മംഗല്യം പാടിയിട്ടാണ് കൈകൊട്ടിക്കളി സാധാരണ ഏറ്റവും പ്രധാനമായിട്ടുള്ള സമയം. അപ്പോൾ മംഗലാതിര പാടുക, കറുകമാല ചൂടുക, കണ്ണെഴുതുക, കുറിയിടുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് പാതിരപ്പൂ ചൂടും. അതും കഴിഞ്ഞിട്ടാണ് കൈകൊട്ടി കളിക്കുന്നത്. ഒരു പ്രത്യേക ജാതിയോ ഒന്നും ഉദ്ദേശിച്ചല്ല, എല്ലാ ജാതിക്കാരെയും ഉൾപ്പെടുത്താമെന്ന് നമ്മുടെ പാട്ടുകളിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ഓരോ ജാതിക്കാരായിട്ട് പാട്ടിന് വിളിക്കുന്നത് തന്നെ ഉണ്ട്. വാരസ്യാരെ വാകാളിപ്പാൻ, ആത്തേമാരെ വാകാളിപ്പാൻ, ചെറുതാലിയോ ഞാൻ തരുവേൻ, ശൂദ്രപ്പെണ്ണെ വാകാളിപ്പാൻ, അങ്ങനെ ഓരോ ജാതിക്കും ഓരോന്നായിട്ട് ആദ്യം ഈശ്വരന്മാരെ തൊട്ട ഗണപതി, സരസ്വതി, അങ്ങനെ തൊട്ട എല്ലാവരെയും വിളിച്ചിട്ട് നമ്മളൊരു കൈകൊട്ടിക്കളി ഒരു ദേശീയ സമ്പ്രദായമാക്കി മാറ്റുകയാണ്. അതിൽ ജാതികളൊന്നുമില്ല. അത് ഒന്നുമാണ് കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ളതാണ് ഈ തിരുവാതിര. തണുപ്പ് കാലം, അപ്പോൾ എല്ലാം തണുത്ത ഭക്ഷണങ്ങളാണ് നമ്മളപ്പോൾ കഴിക്കുന്നത്. പൂവ, മൈസൂർ പഴം, അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ്. പിന്നെ വെറ്റിലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് ശരീരത്തിന് വളരെ നല്ലതായിട്ട് കണക്കാക്കുന്നുണ്ട്. അത് മംഗല്യങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ തിരുവാതിരക്കളിക്കായാലും അഷ്ടമംഗല്യത്തിലായാലും ഒക്കെ വെറ്റിലയ്ക്ക്, അതും തിരുവാതിരയുടെ ഒരു വലിയ പ്രധാനമാണ്. അഷ്ടമംഗല്യ ദ്രവ്യങ്ങളാണ് അതിനുപയോഗിക്കുന്നത്. ഐശ്വര്യം അതതിൽ പ്രധാനമാണ്. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിനും ദേശത്തിനും ഭാഷയ്ക്കും വസ്ത്രധാരണത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കളിയാണ് ഈ തിരുവാതിരക്കളി. It was believed that it was this dance that brought the god of love, named as Kamadeva, back to life after he was burnt to ashes by Lord Shiva. On the day of performance, the women stay awake at night as they believe that Lord Shiva arrives on that day. The women wear typical Kerala sari, which is a white sari bordered with golden color. It may be either two-piece cloth called mundu and neriyad or asari. Dress code of Kaigotikali is hugely impressive as women folk neatly attire themselves in a typical Kerala style. A mundu is a one-piece cloth draped on the lower part of the body, while neriyad is worn over a blouse. Women also beautifully tie their hair in a form of bun. A fragrant jasmine garland on the bun further enhances the charm of the dancer. The songs are based on episodes like Krishna Leela, Shagundalam, Kuchelavritam and Dhruvacharitam. Greater emphasis is given to the rhythmic movements than mudra. Popular ragas found in Kaigotikali songs include Husaini, Bhairavi and Kamboji. Though on several occasions songs deviate from Puranic stories and make use of folk tales. At times, devotional songs are also rendered in the worship of Saraswati, Ganapati and Krishna.